नमस्ते बच्चों, सब कैसे हो? सब ठीक है ना? तो आज की क्लास में चलती हूँ। हम एक कविता पढ़ चुका है, चतुर चित्रकार नामक कविता हम पढ़ चुका है अल्ले നമ്മൾ ചതുർ ചിത്രകാരൻ പഠിച്ചു കഴിഞ്ഞു, പാഠം 2। और उसके बाद हमें उसकी कार्यानुभव की ओर चलना चाहिए। क्या है कार्यानुभव? हम पिछले आगे की क्लास में हम पढ़ा है, നമ്മൾ പഠിച്ചു कार्यानुभवന്റെ അർത്ഥം എന്താണെന്നുള്ളത് പറഞ്ഞു। എന്താണ്? प्रैक्टिस। क्या है कार्यानुभव? माने प्रैक्टिस, परिशीलनम। ओके, परिशीलिपिക്കുക। क्या है? किसी कार्य को बार बार दोहराना। तो यहाँ भी हमें बार बार दोहराना चाहिए। ഈ പ്രാക്ടീസ് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യേണ്ടിയിരിക്കുന്നു, എങ്കിലേ എന്തെയുള്ളൂ, പഠിക്കുള്ളൂ। അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് പേജ് എടുക്കുക, 12 പേജ് നമ്പർ 12। ആ പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ശബ്ദാർത്ഥ क्या है? അർത്ഥം, മീനിങ്, ശബ്ദങ്ങളുടെ മീനിങ് ഉണ്ട്। देन पाठ से भाषा, कुछ विलोम शब्द भी है और तुकान शब्द भी है। तो इसकी और हमें डिस्कस करना चाहिए, चर्चा करना चाहिए। तो चलिए आद्य നമ്മൾ शब्दार्थ क्या है? शब्दार्थ यहाँ 4 शब्द दिया गया है। चुंचलाना, चित्रकला, खिसियाना, हिम्मत। 4 ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്। ചുഞ്ചലാന മാനെ ക്യാ ഹെ? ചുഞ്ചലാന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു। ചുഞ്ചലാന അതായത് കോപം കൊണ്ട് വിറയ്ക്കുക, അതായത് നമ്മൾ ചിഠാന എന്ന് പറയും। ചിഠാന എന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിപ്പിക്കത്തില്ലേ ചില ആൾക്കാരെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞ് അനിയത്തിമാരോ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ വഴക്ക് കൂടാൻ വേണ്ടിയിട്ടല്ലേ, ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും। അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്ന് വാശി പിടിക്കും അല്ലേ, ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും। तो वैसे भी चुंचलाना का अर्थ है चिढ़ाना। ओके, चुंचलाना, चिढ़ाना। और उसके बाद चित्रकला क्या है? चित्र बनाने का तरीका। चित्रकला, चित्र बनाने का तरीका, അത് ചിത്രം വരയ്ക്കാനുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കഴിവ്। ചിത്രം വരയ്ക്കുന്ന ആളെ നമ്മൾ ചിത്രകാർ എന്ന് പറയും। ചിത്രം വര പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ചിത്രം വരയെ നമ്മൾ എന്ത് പറയും? ചിത്രകല, അതിനുള്ള കഴിവ് ചിത്രകല എന്ന് പറയും। और उसके बाद खिसियाना माने नाराज होना। खिसियाना क्या है? नाराज होना। അതായത് നമ്മൾ എന്താ നാരാസ് ഹോന എന്ന് വെച്ചാൽ നമ്മൾ പിണങ്ങുക എന്ന് പറയും। നാരാസ്, അവൾ പിണങ്ങി, ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവൾ ആകെ അങ്ങ് പിണങ്ങി, മൂഡ് ഓഫ് ആയി എന്ന് പറയില്ലേ। ഖിസിയാന മാനെ നാരാസ് ഹോന। और उसके ഈ ഖിസിയാനയ്ക്ക് തന്നെ നമ്മളിവിടെ പോയത്തിൽ ഖിസിയാന പഠിച്ചപ്പോൾ നമ്മളിവിടെ പോയത്തിൽ പറഞ്ഞത് എന്താണ്? ഖിസിയാന മാനെ ചാലാക്കീസേ, ചാലാക്ക് അതായത് കൗശല ബുദ്ധിയോടെ, കുശലതയോടെ। അപ്പോൾ ഒരു വേർഡിന് തന്നെ സന്ദർഭങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും, മീനിങ്ങിൽ, അർത്ഥത്തിൽ മാറ്റം ഉണ്ടാകും। ഓക്കെ, ചില വാക്കുകൾക്ക് സാഹചര്യം മാറുന്നതിനനുസരിച്ച് അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും। അപ്പം ചാലാക്ക്, നമ്മുടെ ഈ ഖിസിയാനയ്ക്ക് ഖിസ്ന എന്നുള്ള വാക്കിന് ചാലാക്ക്, കൗശല ബുദ്ധിയോടെ എന്ന് പറയാം। അതുപോലെ കിസ്ന മീൻസ് മൂവ്ഡ്, ചലിക്കുക എന്ന് പറയാം। അതുപോലെ തന്നെ നമുക്ക് നാരാസോന, പിണങ്ങുക, അങ്ങനെ പറയാം। ഓക്കെ, നാരാസോന। उसके बाद हिम्मत क्या है? हिम्मत माने ബഹാദുരി, ധൈര്യം, ബഹാദുരി, ഹിമ്മത്ത്। ഡർപോക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ്। ഓക്കെ, ഡർപോക്ക് का ഓപ്പോസിറ്റ് विलोम शब्द है क्या? हिम्मत वाले या बहादुरी या साहस। അപ്പോൾ ഹിമ്മത്ത് മാനെ സാഹസ്। അപ്പോൾ ഒന്നുകൂടെ പറയാം, ചുഞ്ചലാന, ചിഠാന, ഖിസിയാന, नाराज होना, चित्रकला, चित्र बनाने का तरीका, ഹിമ്മത്ത്, ബഹാദുരി യാ സാഹസ്। അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശബ്ദാർത്ഥം। ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് പോകാം। पाठ से भाषा ഒരു ഹെഡിങ് ആണ്। കവിതാ में आए इन शब्दों को पढ़िए। കവിതാ में आए इन शब्दों को पढ़िए। കവിതയിൽ വന്നിട്ടുള്ള ഈ ശബ്ദങ്ങൾ വായിച്ചാലും। ഏതൊക്കെയാണ് ശബ്ദങ്ങൾ? ചിത്ര, മിത്ര, होश, जोश, बांस, सांस, दूर, चूर। तो ये है 4 शब्द। क्या क्या है? चित्रमित्र। और दूसरा शब्द है होश।
होश जोश, होश जोश। और उसके बाद तीसरा शब्द है बांस, बांस, सांस, सांस, सांस। और उसके बाद दूर चौथा शब्द है दूर, चूर। तो यहाँ देखो 4 शब्द तुम्हारे टेक्स्ट बुक में दिया गया है। चित्र, मित्र, होश, जोश, बांस, सांस और दूर, चूर, 4 शब्द हैं। इन शब्दों को बोलने पर, इस शब्दों को बोलने पर कोई विशेषता है? എന്തെങ്കിലും വിശേഷതയുണ്ടോ? നമ്മൾ ഇത്രയും വാക്കുകൾ ഇവിടെ എഴുതിയിട്ടു അല്ലേ? മിത്ര, ചിത്ര, മിത്ര, ഹോഷ്, ജോഷ്, ബാസ്, സാൻസ്, ദൂര്, ചൂറ്. ഇതിലെന്തെങ്കിലും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ വാക്കുകൾ പറയുമ്പോൾ, പ്രൊനൗൺസ് ചെയ്യുമ്പം എന്തോ ഒരു പ്രത്യേകത ഇല്ലേ ഇതിൽ? എന്താണ് നോക്കിക്കേ. ചിത്ര, മിത്ര, होश, जोश, बांस, सांस, दूर, चूर। हाँ देखो, इन शब्दों में आखिरी अक्षर दो जो दिया गया है वो एक जैसे है ना? അതായത് ഈ തന്നിട്ടുള്ള വാക്കുകൾ അവസാനത്തെ അക്ഷരങ്ങൾ എന്താണ്? ഒരുപോലുള്ള അക്ഷരങ്ങളാണ് അല്ലേ? ഒരേ അക്ഷരങ്ങളാണ്. ഇത് നോക്കിയാൽ ഇവിടെ തൃ തൃ, ഇവിടെയോ ഷ് ഷ്, ഇവിടെയോ സ സ് ര് ര് അല്ലേ? ഒരേ അക്ഷരങ്ങളല്ലേ ഇവിടെ വന്നിട്ടുള്ളത്? ത്ര ത്ര എന്നുള്ളത്, ഷ ഷ, സ സ, ര ര. അപ്പോൾ ഏതെങ്കിലും 2 വാക്കുകളിൽ ഒരേ അക്ഷരങ്ങൾ അവസാനം വരികയാണെങ്കിൽ, പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ശബ്ദങ്ങളെ നമ്മൾ തുകാന്ത് ശബ്ദ് എന്ന് പറയും. ക്യാ ഹേ? തുകാന്ത് ശബ്ദ്. മിത്ര, ചിത്ര, തൃ തൃ തുകാന്ത് ശബ്ദ് ഹേ. और होश, जोश, श श तुकांत शब्द है. दूर, चूर, र र दोनों तुकांत शब्द हैं. और बांस, सांस, स दोनों तुकांत शब्द हैं. तो यहाँ देखो, इन शब्दों को बोलने पर अंत में एक जैसी आवाज सुनाई देती है, एक जैसी आवाज सुनाई देती है. ऐसे शब्दों को हम तुकांत शब्द कहते हैं. ऐसे शब्दों को हम क्या कहते हैं? तुकांत शब्द कहते हैं, जिनको बोलते समय अंत में एक जैसी आवाज सुनाई देते हैं. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അവസാനം എന്ത് വരും? പ്രൊനൗൺസിയേഷൻ, ശബ്ദം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്താ പറയുക? തുകാന്ത് ശബ്ദ്. क्या बताते हैं हम इन शब्दों को? तुकांत शब्द, तुकांत शब्द. मैं यहाँ लिखती हूँ, देखो. ഇതെല്ലാം ഏത് ശബ്ദങ്ങളാണ്? തു കാ, തുകാന്ത് ശബ്ദ്. क्या है? तो क्या है यहाँ? तुकांत शब्द. क्या है? तुकांत शब्द. അതായത് ഏതെങ്കിലും രണ്ട് വാക്കുകളുടെ അവസാനം ഒരേ അക്ഷരം വരികയാണെങ്കിൽ അത് ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്, ഒരേ ഉച്ചാരണത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങളെ തുകാന്ത് ശബ്ദം എന്നാണ് പറയുന്നത്. देखो यहाँ दिए गए तुकांत शब्द पढ़िए. ഇവിടെ കുറച്ച് തുകാന്ത് ശബ്ദം കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. आना जाना, उठना रूठना, तितली मछली, अंदर बंदर, भागना दौड़ना, उछलना फिसलना, खाना दाना, आर पार, अब जब, हंसना गाना. देखा, ഇവിടെ എല്ലാ തുകാന്ത് ശബ്ദങ്ങളല്ലേ വരുന്നത്? നോക്കിക്കേ. ആന ജാന നാന, ഉഠന റൂഠന നാ നാ, തിത്തലി ലി, മച്ചലി ലി, അന്തർ ഇറ്, ബന്ദർ ഇറ്, അവിടെയും ഇറാണ് വരുന്നത്. ഭാഗ്ന നാ, ദൗഡ്ന നാ, രണ്ടിടത്തും നാ വന്നു, തുകാന്ത് ശബ്ദം.
ഉഛൽന ഫിസൽന, രണ്ട് അക്ഷരങ്ങളുടെ വാക്കുകളുടെ അവസാനം ന വന്നു. ഖാനാദാന ന ന. ദെൻ ആർ പാർ ഇർ വന്നു. ദെൻ അബ് ജബ് ബാ ബാ രണ്ടിന്റെ അവസാനം വന്നു അല്ലേ. ഹസ്ന ഗാന ന ന, ഹസ്ന ഗാന ന വന്നു. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്താ പറയാ? തുകാന്ത് शब्द. ऐसे शब्दों को तुकान शब्द कहते हैं जिसको बोलते समय अंत में एक जैसी आवाज सुनाई देती है. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഒരു എക്സസൈസ് ഉണ്ട്, ഇത് നിങ്ങൾ തനിയെ ചെയ്യണം. സമാൻ തുക്ക് വാലെ ശബ്ദ ഛാണ്ട് കർ ലിഖിയേ. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ വാക്കുകൾ അതിൻ്റെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ തുകാൻ ശബ്ദം കണ്ടെത്തി നിങ്ങൾ എഴുതണം. ഇതിൽ ഒരു വാക്ക് മിസ്സിംഗ് ആണ്. അതായത് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് തെയ്യാർ, ബട്ടോർ, റോക്ക്, ചുപ്ചാപ്പ്, അഭ്യാസ്, ഇത്രയും വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജോഷ് എന്നുള്ള വാക്കുകൂടെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം ഞാനിത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ओके. അതുപോലെ देन दूसरा क्वेश्चन നോക്കൂ. चित्रकार चतुर चित्रकार कविता पढ़िए और कविता में आए तुक वाले शब्दों के नीचे रेखा खींचिए. ടെക്സ്റ്റ് ബുക്കിൽ പോയം ഉണ്ട്. ഈ പോയത്തിൽ കുറേ തുകാന്ത ശബ്ദങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വാക്കുകൾ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് വേണം നിൽക്കാൻ. मिस ഇത് ചോദിക്കും, പറയും കേട്ടോ. അപ്പോൾ ബാക്കി हम नेक्स्ट क्लास में पढ़ेंगे. धन्यवाद.